എസ് പിക്ക് പരിചയക്കുറവ് മൂലം സംഭവിച്ച പിഴവുകൾ എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഇപ്പോൾ ബി എൻ ഹസ്കറും അത് ആ രൂപത്തിലാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ VS സുനിൽകുമാറിന് അത് ബോധ്യമാകുന്നില്ല, കോൺഗ്രസിനും അത് ബോധ്യമായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. BJPയും അതിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ അന്ന് നടന്നത്? ഈ ADGP അന്ന് തൃശ്ശൂരിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല എന്നാണോ? പിറ്റേ ദിവസം പത്രത്തിൽ വന്ന വാർത്തയിൽ ADGP തൃശ്ശൂരിലുണ്ടായിരുന്നു എന്ന ഒരു വരി വാർത്തയിലുണ്ട്. ADGP തൃശ്ശൂരിൽ മുഴുവൻ സമയം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ആ ഭാഗത്തേക്ക് വന്നില്ല. നോക്കൂ സ്മൃതി, നമ്മൾ തൃശ്ശൂർ പൂരത്തിന്റെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴേ നമ്മളതില് കുറച്ചൊരു നീതിബോധം കാണിക്കണം എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനകളൊക്കെ അതിന്റെ അന്ത്യം എങ്ങും എത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ പൂരം അടുത്ത വർഷവും നടക്കും. ഇവിടെ സത്യത്തിൽ സംഭവിച്ചത് ഈ ഗവൺമെന്റിന്റെ ഒരു മണ്ടത്തരം കൊണ്ടാണ്. കാരണം തൃശ്ശൂർ പൂരത്തിന് പോലീസ് സംവിധാനം പരാജയപ്പെട്ടു. അതിന്റെ കാരണക്കാര് LDF ഗവൺമെന്റിന്റെ ആ ഒരു നേതൃത്വം തന്നെയാണ്. കാരണം പൂരത്തിന് ഒരു സമയക്രമമുണ്ട്. ആ സമയക്രമം കൃത്യമായി പാലിക്കേണ്ട ചുമതലയാണ് പോലീസിനുള്ളത്. പൂരം നടത്തുന്നത് 2 വലിയ ക്ഷേത്രങ്ങളും 9 ചെറിയ ക്ഷേത്രങ്ങളുമാണ്. പരിപൂർണമായും ക്ഷേത്രച്ചടങ്ങ്, 30 മണിക്കൂർ ഇടതടവില്ലാത്ത ക്ഷേത്രച്ചടങ്ങ്. അതിൽ ഗവൺമെന്റിന്റെ ഒരു വിധത്തിലുള്ള ഇടപെടലിന്റെ ആവശ്യമില്ല, മുമ്പുണ്ടായിട്ടുമില്ല. ഗവൺമെന്റിന് ആകപ്പാടെ ചെയ്യേണ്ട കാര്യം പോലീസിനെ ഒരുക്കി കൊടുക്കുക, കുടിവെള്ളം കൊടുക്കുക. ഈ 2 കാര്യങ്ങളെ പൂരത്തിന് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരബദ്ധം പറ്റി. അബദ്ധമല്ല, അദ്ദേഹം അത് ആളുകളെ തടഞ്ഞു, പൂരത്തിന് വന്ന ആളുകളെ തടഞ്ഞു. അതോടെ പൂരത്തിന്റെ 30 മണിക്കൂർ ചടങ്ങില് രാത്രിയിലെ മഠത്തിൽ നിന്നുള്ള വരവ് തടസ്സപ്പെട്ടു. ഇതാണ് പ്രശ്നം. ഇത് അന്ന് പിറ്റേന്ന് തന്നെ അന്വേഷണം നടത്തി പോലീസ് തലത്തിൽ, കാരണം അന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുക, പോലീസ് തലത്തിൽ അന്വേഷണം നടത്തി ഇന്നിപ്പോ ഉള്ള റിപ്പോർട്ട് അന്ന് കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം അന്ന് തീർന്നേനെ. ശരി. പക്ഷെ ഗവൺമെന്റും പോലീസും അത് നിഷ്ക്രിയത്വമാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഈ തൃശ്ശൂർ പൂരത്തെ മറ്റുള്ള ഉത്സവങ്ങളെ പോലെ കണ്ടു. കാരണം ഇത് 2 ദിവസം കഴിഞ്ഞാൽ മറന്നുപോകും എന്നൊരു ധാരണയുണ്ടായിരുന്നു. പിന്നെന്താ വെച്ചാൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട്, അതായത് ഈ RSS ബന്ധവും സുരേഷ് ഗോപിയുടെ വരവും എല്ലാം വിലയിരുത്തിക്കൊണ്ട് ചർച്ചകൾ മാറിയപ്പോൾ അത് രാഷ്ട്രീയ ഗൂഢാലോചനയിലേക്ക് വന്നു. ഈ രാഷ്ട്രീയ ഗൂഢാലോചന തെളിയിക്കേണ്ടത് രാഷ്ട്രീയ കക്ഷികളാണ്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, സർക്കാരിന് പറ്റിയ ഒരു മണ്ടത്തരമാണിത്. ആ മണ്ടത്തരത്തിൽ ഇപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ അത് കുറ്റം പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഗൂഢാലോചനയാണ് CPI പറയുന്നത്. Debate with Smriti Parithikad.